ആമാശയത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ ആമാശയ അർബുദം നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ ഒരു വലിയ ഭാഗം, ഒരു വലിയ സഞ്ചി പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ആമാശയം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വായിലൂടെ, അന്നനാളത്തിലൂടെ ചെന്ന് കയറുന്നത് ആമാശയത്തിലേക്കാണ്. അപ്പോൾ ആമാശയത്തിൽ ഒരു തരം ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡിലാണ് നമ്മുടെ ഭക്ഷണം ദഹിക്കപ്പെട്ട് വീണ്ടും കുടലുകളിലും വൻകുടലിലും പോയി അത് നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്യണത്. അപ്പോൾ ആമാശയത്തിലുള്ള ഈ ആസിഡിൻ്റെ അളവ് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ അസുഖത്തിൻ്റെ കാരണമായി മാറാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസ്ട്രിക് അൾസർ പതിവായി എപ്പോഴും അൾസർ വരുന്നൊരു വ്യക്തിക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അസുഖം വന്നിട്ടുണ്ട്. നിശ്ചിതമായ ഒരു അസുഖം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അസുഖം വരും എന്നല്ല പറയുന്നത്. പക്ഷേ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിക്ക് ഇതിനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ഈ ക്യാൻസറിന് ജനറ്റിക് ഫാക്ടർ, നമ്മൾ ജനിതകമായ ഘടകങ്ങൾക്ക് ഒരു നല്ല റോളുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയും ഭക്ഷണക്രമവും. പലപ്പോഴും നമ്മുടെ ഈ ഓട്ടത്തിലും ബഹളത്തിനും ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അതായത് ഏതെങ്കിലും സമയത്ത് കഴിക്കുക എന്നുള്ളൊരു ട്രെൻഡാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്ക വ്യക്തികളിലും കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ശീലങ്ങളാണ് പലപ്പോഴും ആമാശയത്തിൽ ക്യാൻസർ അല്ലെങ്കിൽ ഒരു അർബുദം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായി മാറുന്നത്. പിന്നെ അമിതമായ പ്രോസസ്ഡ് ഫുഡിൻ്റെ ഉപയോഗം, നമ്മൾ ബേക്കറി അല്ലെങ്കിൽ നമ്മൾ പാക്ക്ഡ് ഫുഡ് കഴിക്കുക, അജിനോമോട്ടോ പോലെയുള്ള ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്യുന്ന ഫുഡ് കഴിക്കുക, പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ നാൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് ചേരുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, കുറേ അധികം രാസവസ്തുക്കൾ ചേർന്ന് ഉണ്ടാകുന്ന അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം നമ്മൾ ശരിക്ക് അത് കൈകാര്യം ചെയ്യാത്ത വിധത്തിൽ നമ്മൾ കഴിക്കേണ്ടി വരിക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ആമാശയത്തിലെ ക്യാൻസർ കൂടാനുള്ള ഒരു വലിയ കാരണം. അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങളുള്ള ഒരാൾ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക? സാധാരണഗതിയിൽ ആമാശയത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വളർച്ചയോ ആമാശയത്തിൻ്റെ ആ ഭിത്തികളിൽ ഉണ്ടാവുന്ന കട്ടിയോ ആയിരിക്കും ക്യാൻസറിൻ്റെ ആദ്യ സ്റ്റെപ്സ്. അതിൻ്റെ ഗ്രോത്തിൻ്റെ ആദ്യ ഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ കാണപ്പെടുന്ന സംഭവങ്ങൾ അതൊക്കെയായിരിക്കും. അപ്പോൾ അവിടെ ഇതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് വയറിലൊരു ഭാരം, എന്തോ ചെന്ന് കല്ലുപോലെ കിടക്കുന്നു, അല്ലെങ്കിൽ അത് ദഹിച്ച് മാറാൻ സമയമെടുക്കുന്നു, വയറിന് ഒരു വീർപ്പ് തോന്നുന്നു, വിശപ്പ് പ്രോപ്പറായിട്ട് തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇനി അമിതമായ വിശപ്പോടെ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പം കുറച്ച് ഒരു 2-3 വാ കഴിക്കുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, കഴിക്കാൻ വലിയ ആവേശത്തോടെ പോയിരുന്നു, 2-3 വാ കഴിച്ചപ്പം അങ്ങ് നിറഞ്ഞ ഒരു ഫീലിംഗ് അങ്ങനെ വരിക. നമ്മൾ കിടക്കുമ്പം ചില പൊസിഷൻസിൽ കിടക്കുമ്പം വയറിലൊരു അമിതമായ ഒരു വല്ലാത്തൊരു വേദന, ഒരു ഡിസ്ട്രെസ് ഫീലിംഗ്, ഒരു എന്തോ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ്, പതിവില്ലാതെ ഗ്യാസ് ഫോർമേഷൻ. പലരും പറയാറുണ്ട് എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറയാറുണ്ട്. കുറേ വെളുത്തുള്ളിയൊക്കെ ചവച്ച് തിന്നാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പലരും ചെയ്യാറുണ്ട്. പക്ഷേ പതിവില്ലാതെ ഗ്യാസ് ഉണ്ടാകുക, നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ വരിക, ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക, ഇതെല്ലാം ആമാശയ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഉണ്ടാവാൻ പോണ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഉണ്ടാവാൻ പോകുന്ന നമ്മുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ അത് ദഹിക്കാതെ തന്നെ പലപ്പോഴായിട്ട് നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും, ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നൽ വരിക, ഇരിക്കും മര്യാദക്ക് പോകുന്നില്ല, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും ആ ഒരു വീണ്ടും പോകണമെന്നുള്ളൊരു തോന്നൽ, ഇതും ആമാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടുക. എങ്ങനെയാണ് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക? അപ്പം ഏത് ക്യാൻസർ ഉണ്ട്, അർബുദമുണ്ട്, ഇപ്പം നമ്മളെല്ലാവരും സാമാന്യം ഒരു ചെറിയൊരു പരു വന്നാൽ പോലും ആദ്യം പേടിക്കുന്നത് ഇത് ക്യാൻസർ ആണോ എന്നാണ്, അല്ലേ? അപ്പം അങ്ങനെ ആണോ അല്ലയോ എന്ന് സ്ക്രീൻ ചെയ്യാനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നറിയാൻ പറ്റും. പിന്നെ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് നമ്മുടെ ശരീരത്ത് കാണുന്ന ഒരു രാസവസ്തുക്കളുണ്ട്. അപ്പോൾ ഇവയും അനാലിസിസ് ചെയ്ത് നമ്മുടെ ലാബിൽ പോയി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. പിന്നെ CT സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, ആദ്യം ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയമായിട്ടും ഇതെന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന മാത്രയിൽ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നമ്മൾ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നമുക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം തീർച്ചപ്പെടുത്തണം.
ഈ അറിവുകൾ വീഡിയോയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ സ്വയം അത് അസസ് ചെയ്യാൻ നടക്കരുത്. ബിക്കോസ് ഇത്തരത്തിലെ അസുഖങ്ങൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അസുഖം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ആ അസുഖവും കൊണ്ട് ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ നമ്മളല്ല ലാബിൽ ചെന്നിത് ചെയ്യേണ്ടത്. നമ്മളൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ പറയുന്ന രീതിയിൽ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിന് ചികിത്സ തേടാവുന്നതാണ്. ആദ്യത്തെ സ്റ്റേജിൽ പലപ്പോഴും മരുന്നുകൾ മാത്രം മതിയാവും നമ്മൾ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചു വരാനായിട്ട്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റേജുകളിലായിരിക്കാം ചിലപ്പോൾ ഒരു സർജറിയോ ഒരു റേഡിയേഷനോ അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പിയോ വേണ്ടി വരിക. ഏതായാലും ഇത് നിശ്ചയിക്കേണ്ടത് നമ്മളെ അസസ് ചെയ്യുന്ന നമ്മുടെ ഡോക്ടറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തോന്നുവാണ്, ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പം എന്തെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും ചികിത്സയും തേടാവുന്നതാണ്.